തഹാവൂർ റാണയ്ക്കെതിരെ തെളിവുകൾ ഹാജരാക്കിയ എൻഐഎ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് അയച്ച ഇമെയിലുകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. റാണയെ എൻഐഎ കസ്റ്റഡിയിൽ വിട്ടു. എൻഐഎയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി വി ആർ കാർത്തിക്, ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നയതന്ത്ര വിജയമായിട്ടൊക്കെയാണ് തഹാവൂർ റാണയെ പോലെയൊരു വലിയ ഭീകരനെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നത് കരുതുന്നത്. പക്ഷേ അവിടെ അപ്പോൾ കൃത്യമായ തെളിവുകൾ ഉണ്ടാവണം. ഏത് സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് ഇന്ത്യ പോയത് എന്നതൊക്കെ തെളിയിക്കേണ്ടതുണ്ട്. എന്തൊക്കെ പ്രധാനപ്പെട്ട രേഖകളാണ് എൻഐഎ ഇപ്പോൾ ഹാജരാക്കുന്നത്? ഇപ്പോൾ റാണ എവിടെയാണുള്ളത്? എന്തൊക്കെ സജ്ജീകരണങ്ങൾ, ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഇപ്പോഴുണ്ട്? ശ്രീജ, ദില്ലിയിലെ എൻഐഎ ആസ്ഥാനത്ത് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സെല്ലിലാണ് ഇപ്പോൾ തഹാവൂർ ഹുസൈൻ റാണ ഉള്ളത്. 18 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 2:30 വരെ ഈ നിയമ നടപടികൾ നീണ്ടിരുന്നു. ദില്ലിയിലെ പ്രത്യേക എൻഐഎ കോടതിയാണ് അദ്ദേഹത്തെ 18 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. എൻഐഎ 20 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആസൂത്രണം സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതായിരുന്നു എൻഐഎയുടെ പ്രധാന വാദം. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. നേരത്തെ അദ്ദേഹത്തിന് നിയമസഹായം നൽകണം എന്നൊരാവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇതനുസരിച്ച് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു അഭിഭാഷകനെ അദ്ദേഹത്തിനായി നിയോഗിച്ചു. അദ്ദേഹം തഹാവൂർ റാണയുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും 17 വർഷം നീണ്ട വ്യവഹാരങ്ങൾക്കും അതോടൊപ്പം തന്നെ നയതന്ത്ര ഇടപെടലുകൾക്കും ശേഷം ഇപ്പോൾ തഹാവൂർ റാണ എൻഐഎയുടെ ചോദ്യമുനയിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും നിർണായകം. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി 2008-2009 കാലയളവിലൊക്കെ അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന് എല്ലാ ആസൂത്രണവും നടത്താൻ ഹെഡ്ലിയെ സഹായിച്ചത് റാണയാണ് എന്ന തരത്തിൽ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്ക ഇരുവരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ FBI-യുടെ കൈവശം ഇരുവരും തമ്മിൽ ആശയവിനിമയം നടത്തിയതിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നു. ഇതടക്കമുള്ളവ നേരത്തെ എൻഐഎ സംഘം അമേരിക്കയിലെത്തുകയും അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. 2016 ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ മുംബൈ കോടതി വീഡിയോ കോൺഫറൻസിലൂടെ വിചാരണ ചെയ്യുമ്പോൾ അദ്ദേഹം റാണയുടെ സഹായത്തോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നതടക്കമുള്ള ഏറ്റുപറച്ചിലുകളും നടത്തുകയുണ്ടായി. സ്വാഭാവികമായും അത് സംബന്ധിച്ച തെളിവുകളാണ്, അത് വച്ചുകൊണ്ടുള്ള തെളിവുകളായിരിക്കും ഇന്ന് റാണയുടെ ചോദ്യം ചെയ്യൽ എൻഐഎ പ്രധാനമായും ചോദിക്കുക. ഇക്കാര്യത്തിൽ വരുന്ന 18 ദിവസത്തിനുള്ളിൽ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാർ മറ്റാരൊക്കെയാണ് എന്നതാണ്. നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പാക് സൈന്യത്തിന്റെ പങ്ക്, അതോടൊപ്പം തന്നെ ISIയുടെ പങ്ക് അടക്കമുള്ള കാര്യങ്ങളിൽ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ വിവരങ്ങൾ പുറത്തു വരുമോ? മാത്രമല്ല, റാണ ഇന്ത്യയിൽ പലതവണയായി എത്തിയിരുന്നു. 2008 ഈ മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പും അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. എന്തായിരുന്നു ഈ സന്ദർശനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? മാത്രമല്ല, മുംബൈ ഭീകരാക്രമണം ഒരു തുടക്കം മാത്രമായിരുന്നു എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ FBI-യുടെ കൈവശം ലഭിച്ച ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. കാരണം ഇരുവരും തമ്മിൽ സംസാരിച്ചതിന്റെ ഓഡിയോ സന്ദേശങ്ങളാണ് ലഭിച്ചത്. അതിൽ ഇന്ത്യ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് നിരവധി വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും ഒന്നാം പ്രതിയായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി റാണയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ റാണ ഒരു കോഡഡ് സന്ദേശമായി പറഞ്ഞത് ദ ബിസിനസ് മസ്റ്റ് ഗോ ഓൺ എന്നാണ്. അതായത് കൂടുതൽ പ്രോജക്റ്റുകൾ, ഇത്തരത്തിൽ കൂടുതൽ ഭീകരാക്രമണ പദ്ധതികൾ ഇന്ത്യയിൽ നടത്താൻ അവർ ലക്ഷ്യമിട്ടിരുന്നു. നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മുംബൈയിലെ ഒരു പാർട്ടിയുടെ ആസ്ഥാനം, അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം, ഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജ്, ഇതടക്കമുള്ള കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഭീകരാക്രമണ പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതടക്കമുള്ള ചോദ്യങ്ങളും റാണയോട് ഉന്നയിക്കും. സ്വാഭാവികമായും റാണയിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ലോകം അറിയാത്ത വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമാക്കും എന്ന പ്രതീക്ഷയിലാണ് എൻഐഎ ഉള്ളത്. എന്തായാലും ഇന്ന് മുതൽ 18 ദിവസം എൻഐഎക്ക് മുന്നിലേക്ക് തഹാവൂർ ഹുസൈൻ റാണ എത്തുകയാണ്. പാകിസ്ഥാൻ സൈന്യം, അതോടൊപ്പം തന്നെ ISI അടക്കമുള്ളവരുടെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ആസൂത്രണത്തിന്റെ അവർക്കൊക്കെ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. ശ്രീയ, പി ആർ കാർത്തിക്കാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വലിയ ദീർഘകാലം നീണ്ട നിയമ പോരാട്ടത്തിനൊക്കെ ഒടുവിൽ ഒരു നയതന്ത്ര വിജയമായി തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ആരാണ് ഈ തഹാവൂർ റാണ എന്നറിയുന്നത് കൗതുകകരമായിരിക്കും. ഒരു ഡോക്ടറിൽ നിന്ന് അന്താരാഷ്ട്ര ഭീകരനിലേക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് തഹാവൂർ റാണയുടെ ജീവിതം. പാകിസ്ഥാനിൽ ജനിച്ച റാണ കനേഡിയൻ പൗരത്വം സ്വീകരിച്ചതുപോലും മുംബൈ ഭീകരാക്രമണത്തിനുള്ള തയ്യാറെടുപ്പായാണ് വിലയിരുത്തുന്നത്. 1961 പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് തഹാവൂർ ഹുസൈൻ റാണ ജനിച്ചത്. ഹസൻ അബ്ദാൽ എന്ന കേഡറ്റ് കോളേജിൽ പഠിച്ച റാണ പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോർപ്സിൽ ചേരുകയും ക്യാപ്റ്റൻ ജനറൽ ഡ്യൂട്ടി പ്രാക്ടീഷണറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു.
തുടർന്ന് 1997 സൈന്യത്തിൽ നിന്ന് വിരമിച്ച് ഡോക്ടറായ ഭാര്യയോടൊപ്പം കാനഡയിലേക്ക് താമസം മാറി. 2001 റാണയ്ക്കും ഭാര്യയ്ക്കും കനേഡിയൻ പൗരത്വം ലഭിച്ചു. ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് ഉൾപ്പെടെ നിരവധി ബിസിനസ്സുകൾ ആരംഭിച്ച റാണയ്ക്ക് ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ എന്നിവിടങ്ങളിൽ ഓഫീസുകൾ ഉണ്ടായിരുന്നു. 2005 പ്രവാചകൻ മുഹമ്മദിന്റെ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചതിന് ഡാനിഷ് പത്രമായ ജിലാൻസ് പോസ്റ്റിനെ ലക്ഷ്യമിട്ട് നടത്തിയ ഭീകരാക്രമണ പദ്ധതിയിൽ 64-കാരൻ റാണ ഉൾപ്പെട്ടിരുന്നു. മിക്കി മൗസ് പ്രൊജക്ട് എന്ന രഹസ്യനാമമുള്ള ഈ പദ്ധതി കോപ്പൻഹേഗനിലെ പത്രത്തിലെ ജീവനക്കാരുടെ തലയറുത്ത് തെരുവിലേക്ക് എറിയുക എന്നതായിരുന്നു ലക്ഷ്യം വെച്ചത്. ആക്രമണം നടത്തുന്നതിന് മുന്നേ ഹെഡ്ലി അറസ്റ്റിലായതിനാൽ ആക്രമണം പരാജയപ്പെടുകയായിരുന്നു. 2008 മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിനായി മുംബൈയിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സ്ഥാപിക്കാൻ ഹെഡ്ലിയെ റാണ സഹായിച്ചതായി NIA കണ്ടെത്തിയിരുന്നു. NIAയുടെ കുറ്റപത്രത്തിൽ മുംബൈ ഭീകരാക്രമണത്തിന് ആവശ്യമായ ലോജിസ്റ്റിക്കൽ, സാമ്പത്തിക സഹായം എന്നിവ റാണ ഒരുക്കി നൽകിയതായി പറയുന്നു. 2009 US വെച്ചാണ് റാണ അറസ്റ്റിലാവുന്നത്. എല്ലാ നിയമപരമായ നടപടികളും അവസാനിച്ചതോടെയാണ് റാണയെ ഇന്ത്യക്ക് കൈമാറിയത്. റാണ NIAയുടെ കസ്റ്റഡിയിലെത്തുന്നതോടെ ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളുടെ അടക്കം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. മാത്രമല്ല, ഭീകരർക്ക് രാജ്യത്തിനകത്തു നിന്ന് ലഭിച്ച സഹായത്തെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനും ഇത് വഴി തുറക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത് നയതന്ത്ര വിജയമെന്ന മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ പിതാവ് K. ഉണ്ണികൃഷ്ണൻ. മുംബൈ ഭീകരാക്രമണ പദ്ധതി ആരുടെ തലയിൽ ഉദിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് പുറത്തു വരേണ്ടതെന്നും K. ഉണ്ണികൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മുടെ ഡിപ്ലോമാറ്റിക്കലി ഒരു നല്ല ന്യൂസാണ്. നമുക്ക് 26/11 നമ്മൾ ആരും മറന്നിട്ടില്ല. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇന്ത്യൻ ഏജൻസീസിനെ സംബന്ധിച്ചിടത്തോളം. അവർ ഇത്രയും കാലമായിട്ട് പരിശ്രമിച്ചിട്ട് ഉണ്ടായ ഒരു ഡെവലപ്മെന്റാണ്. അങ്ങനെ ഇത് സാധാരണഗതിയിൽ നമ്മൾ അന്നുണ്ടായ കൾപ്രിറ്റ്സിനേക്കാളും കൂടുതൽ ഈ കോൺസ്പിറേറ്റേഴ്സ് എന്ന് പറയില്ല, അവർ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ആൾക്കാർ ഇവരാണ്. പക്ഷെ നമുക്ക് ഇനിയും കിട്ടാനുള്ള ആൾക്കാരുണ്ട്. ഇതാരാണ് ശരിക്കും പ്ലാൻ ആദ്യം തന്നെ ചെയ്തത്, ആരുടെ മനസ്സിലാണ് അത് ഉണ്ടായത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഉത്തരങ്ങൾ നമുക്ക് ഇന്ത്യത്തിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആരായിരുന്നു അതിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഒരു കുറച്ചും കൂടെ ഒരു എഫേർട്ട് നമുക്കറിയാം ആരാണെന്നുള്ളത്, ലോകത്തിന് മുഴുവൻ അറിയാം എല്ലാ കാരണങ്ങളാണെന്നുള്ളത്. പക്ഷേ ലീഗലി പ്രൂഫ് വേണം നമ്മൾക്ക്. ആ പ്രൂഫ് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആ ദൃഷ്ടിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ദേശത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ, നമ്മളെ സൈനികരെ പറ്റി ചിന്തിക്കുമ്പോൾ സന്ദീപ് ഇപ്പോഴും മുൻനിരയിൽ തന്നെയാണ്. പക്ഷേ അതിന്റെ കാരണങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അവനത് ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷേ വേറൊരു സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിൽ വേറൊരാളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ആയിരിക്കും നമ്മൾ അവരെ പറ്റി സ്മരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ സോൾജേഴ്സിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നില്ല, അദ്ദേഹം ചെയ്ത കാര്യം ഇങ്ങനെയാണ്, അദ്ദേഹത്തിന് വേറൊന്നും പറ്റില്ല. ഈ എതിൽ മാങ്കേ മോറെന്നും പറഞ്ഞിട്ട് പോയി ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ എൻ്റെ ഏറ്റവും വലിയ എന്താണെന്നുണ്ടെങ്കിൽ ഏത് സൈനിക കേന്ദ്രങ്ങളിൽ പോയാലും സന്ദീപിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഏത് ഗ്രൂപ്പിൽ പോയാലും ചെയ്യുന്നു, ഏത് ട്രെയിനിൽ പോയാലും ഏത് ഫ്ലൈറ്റിൽ പോയാലും എന്നെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു. സോ നമ്മൾ ചോദിക്കാതെ തന്നെ ഓട്ടോമാറ്റിക് അപ്ഗ്രേഡേഷൻ എല്ലാ സ്ഥലത്തും കിട്ടുന്നത് നമുക്ക് എല്ലാം അറിയാം.